അപ്പം അത് വിശദീകരിച്ചതിന് ശേഷം അന്ന് മുതൽക്ക് തുടങ്ങിയതാണ് നമ്മുടെ ജബ്ബാർ മൗലവിയുടെ ലേഖനം പരിശോധിക്കലും പോസ്റ്റ്മോർട്ടം ചെയ്യലും. ഏതുവരെ നമ്മുടെ തൗഹീദി പ്രസ്ഥാനത്തിന് വേണ്ടി സേവനം ചെയ്ത തുറക്കൽ അബ്ദുൽ ജബ്ബാർ മൗലവി, അദ്ദേഹത്തിന് അടുക്കൽ ചെന്നാണ് നമ്മുടെ പണ്ഡിതന്മാരായ വാദപ്രതിവാദം നടത്തുന്ന പണ്ഡിതന്മാർ വരെ ആശയങ്ങൾ സ്വീകരിച്ചിരുന്നത്, തെളിവുകൾ എടുത്തിരുന്നത്, പ്രമാണം പരിശോധിച്ചിരുന്നത്. അങ്ങനെയുള്ള അബ്ദുൽ ജബ്ബാർ മൗലവി മക്കയിലേക്ക് വിഗ്രഹം കൊണ്ടുവന്ന ആളാണ് എന്ന് വരെ നമ്മുടെ ചില സഹോദരങ്ങൾ പറഞ്ഞു കളഞ്ഞു. അദ്ദേഹം മരിച്ചുപോയി. എങ്ങനെയാണ് ഇനി അദ്ദേഹത്തോടത് പൊരുത്തപ്പെടുവിക്കുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. തൗഹീദി പ്രസ്ഥാനത്തിന് വേണ്ടി ഇത്രയും അമൂല്യമായ സംഭാവന അർപ്പിച്ച ഒരു മനുഷ്യൻ, ഒരു സാധുവായ മനുഷ്യൻ, യാതൊരുവിധ ഭൗതിക താല്പര്യങ്ങളുമില്ലാതെ ദീനീ സേവനം നടത്തിയ ഒരു മനുഷ്യൻ എന്താണ് തൗഹീദ് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഒരു ലേഖനം എഴുതി. അത് നമ്മുടെ അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി എഴുതിയതാണ്. ആ ലേഖനം എടുത്തിട്ടാണ് ഈ അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും നമ്മൾ എസ് എ ജമീൽ പറഞ്ഞ മാതിരി അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും ഒരു വലിയ ആദർശ വ്യതിയാനമായി, ഒരു വലിയ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു ലേഖനമാണ്. അതിൽ ഒരു ചുക്കുമില്ല, ഒരു ശിർക്കും അതിലില്ല. എന്താണ് ശിർക്ക്, എന്താണ് തൗഹീദ്, എപ്പോഴാണ് ഒരു കാര്യം ശിർക്കാവുക, എപ്പോഴാണ് ഒരു കാര്യം തൗഹീദ്, അത് വിശദീകരിക്കണം ആ ലേഖനത്തിൽ. വായിച്ചാൽ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. ബഹുമാനപ്പെട്ട ഫൈസൽ മുസ്ലിയാർ, അന്ന് താങ്കൾ ആ ലേഖനം തന്നെ ഒന്ന് വായിച്ചു. വായിച്ചതാണ്. ഇതാണ് ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ. അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്, 100% ശരിയാണ്. ഇതാണ് ഇസ്ലാഹി മാസിക 2007 ഏപ്രിൽ. അതിന്റെ 42ാമത്തെ പേജ്. രാത്രിയുടെ ഇരുളിൽ തപ്പിത്തളഞ്ഞ് നീങ്ങുന്ന ഒരാൾ തന്റെ തൊട്ടടുത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നു. ആളെ കാണുന്നില്ല. തന്റെ മുമ്പിലുള്ള ഈ ശബ്ദത്തിന്റെ ഉടമ ജിന്നായിരിക്കാം എന്ന വിശ്വാസത്തിൽ എന്നെ ഒന്ന് സഹായിക്കാമോ, ഒരു വെളിച്ചം തരാമോ എന്ന് ആവശ്യപ്പെട്ടാൽ അത് അഭൗതികമോ കാര്യകാല ബന്ധത്തിന് അപ്പുറമുള്ളതോ അല്ലെങ്കിൽ സൃഷ്ടികളെ കഴിവിൽ പെടാത്തത് തേടുകയല്ല. ആ സഹായാർത്ഥന ശിർക്കുമല്ല. അബ്ദുൽ ജബ്ബാർ മൗലവി എന്താണോ എഴുതിയത് 100% ശരിയാണ്, 100% ശരിയാണ്.